എമ്പുരാൻ സിനിമയ്ക്ക് എതിരായ ഹർജി ശ്രദ്ധ പിടിച്ചുപറ്റാനെന്ന് ഹൈക്കോടതി. പ്രദർശനം അടിയന്തരമായി തടയണമെന്ന ആവശ്യം തള്ളി. സെൻസർ ബോർഡ് വിലയിരുത്തി റിലീസ് ചെയ്ത സിനിമ എന്തിനാണ് തടയുന്നതെന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. എമ്പുരാൻ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് തൃശൂർ BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം VV വിജീഷ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ചിത്രം സെൻസർ ചെയ്തതല്ലേ എന്നും പിന്നെ എന്തിനാണ് എതിർപ്പെന്നും കോടതി ചോദിച്ചു. ഹർജിക്കാരൻ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. കലാപ സാധ്യതയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കേന്ദ്ര സർക്കാരിനും സെൻസർ ബോർഡിനും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച കോടതി എതിർകക്ഷികളായ മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങി സിനിമയുടെ അണിയറ പ്രവർത്തകരെ നടപടികളിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കി ഈ സിനിമയുടെ പേരിൽ കേരളത്തിലെങ്ങും കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി. അങ്ങനെയെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഹർജിയാണോ ഇതെന്ന സംശയമുന്നയിച്ച കോടതി കേസ് വിശദമായ വാദത്തിന് മാറ്റുകയായിരുന്നു. അതേസമയം പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് കാണിച്ച് പരാതിക്കാരനായ വിജേഷിനെ BJP സസ്പെൻഡ് ചെയ്തു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചതിനാൽ വിജേഷിനെ സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പാർട്ടിയുടെ പ്രസ്താവന. നടപടിക്ക് പിന്നാലെ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് വിജീഷ് വ്യക്തമാക്കി. സിനിമയ്ക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം വ്യക്തിപരമാണ്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിജീഷ് പറഞ്ഞു. വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി തന്നെ തുടരുകയാണ്. ലൂസിഫർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിന് 2-3 ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. അബ്രാം ഖുറൈഷിയുടെ മൂന്നാം വരവിന്റെ സൂചന നൽകിയാണ് എമ്പുരാൻ അവസാനിക്കുന്നതും. എന്നാൽ എമ്പുരാൻ വലിയ വിവാദമായി മാറിയതോടെ ചിത്രത്തിന് ഇനി തുടർഭാഗം ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ആരാധകർ. ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരം സംശയങ്ങളുടെയും ചർച്ചകളുടെയും ആവശ്യമില്ല. ലൂസിഫർ മൂന്നാം ഭാഗം എത്തുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സിനിമ തുടക്കം മുതൽ മോഹൻലാലിന് അറിയാം. പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് കുറ്റപ്പെടുത്തേണ്ടതില്ല. മുരളിഗോപിക്ക് അതൃപ്തി ഉണ്ടെന്ന് കരുതുന്നില്ല. ആരുടെയും ഭീഷണിയെ തുടർന്നല്ല റീ എഡിറ്റ്. ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിരുന്നു ലാലിന്റെ ഖേദപ്രകടനം. മുരളിഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണെന്നും ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്നു. ചിത്രത്തിന്റെ മൂന്നാം ഭാഗം തീർച്ചയായും ഉണ്ടാകുമെന്ന് ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർത്തു. എന്തായാലും വിവാദമായ എമ്പുരാന് മൂന്നാം ഭാഗം ഉണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. ലാലിന്റെ ഖേദപ്രകടനം ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ്. എന്തായാലും മുരളിഗോപി മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു.